ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയ മറ്റൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും വെറൈറ്റി ആയിട്ടുള്ള വേറെയും 2-3 പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ എന്താണ് ആവശ്യമുള്ള സാധനങ്ങളെന്നും അതിനെന്തൊക്കെ വേണ്ടതെന്നും നമ്മൾ എങ്ങനെ അത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ പുഡിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാല് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് അവിടെ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്താൽ നന്ന് കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, അതിനൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് ഇങ്ങനെ ഈ പൊടി രൂപത്തിൽ തന്നെ അത് മിക്സ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ നിന്നാൽ അത് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ അതിന് ഇട വരണ്ട എന്ന് കരുതിയിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഒക്കെയും ആ ഡ്രൈ ആയി നിൽക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പോൾ അടുപ്പ് കത്തിക്കണ്ട. ഇനി നല്ലോണം മിക്സ് ആയ ശേഷം നമ്മൾ ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ചെയ്ത ശേഷം പാലൊഴിച്ച ശേഷം മാത്രം നമ്മൾ അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള കോൺഫ്ലവർ ആയാലും കൊക്കോ പൗഡർ ആയാലും ഒക്കെ പെട്ടെന്ന് അത് കട്ട പിടിക്കും. അത് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വെച്ചാൽ വേവാവുന്നതിന് മുമ്പ് തന്നെ കട്ട പിടിച്ചിട്ട് അടിക്ക് പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലോ ഫ്ലെയിമിലെ തീ കത്തിക്കാവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ആ ഒരു പരുവത്തിലെത്തുന്നവരെ നമ്മൾ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സാബൂനരി എന്നൊക്കെ പറയുമല്ലോ, അതാണ്. അപ്പോൾ ഈ സാബൂനരി അല്ലെങ്കിൽ ചവ്വരി എന്നും പറയും ചിലർ. ഞാൻ 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് അത് വാരിയിട്ടിട്ട് ഒരു 3 വിസിലോളം അടിക്കുക. അതിലേക്ക് പഞ്ചസാര ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3 വിസിൽ അടിക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്ക്കാണ്. അപ്പോൾ ഈ റസ്കിന് പകരം ബ്രെഡോ അല്ലെങ്കിൽ മറ്റ് ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ബിസ്ക്കറ്റിലൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടൊക്കെ ഇതിൻ്റെ മുന്നൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഡിങ്ങൊക്കെ കാണാത്തവരൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള റസ്ക് ഇങ്ങനെ നിരത്തി വെച്ച ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും പാലും പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിക്സ് അത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ റസ്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടാറാനായിട്ട് നിൽക്കരുത്. ചൂടാറാനായിട്ട് നിന്നാൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ റസ്കിൽ അത് നല്ലോണം പിടിച്ചിട്ട് റസ്ക് ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ അത് അങ്ങനെ വരില്ല. റസ്കിൽ നല്ലോണം ഈ മിൽക്ക് അബ്സോർവ് ആയിട്ട് വരണം. അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ നല്ലോണം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മേളിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടെ വെച്ച് കൊടുക്കുക. ഈ ചവ്വരി വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു പശവശപ്പ് ഉണ്ടാവും അതിന്. അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞ ശേഷം അത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. അതായത് ഒരു ഓട്ടയുള്ള കോരിയിലേക്കോ പാത്രത്തിലേക്കോ ചവ്വരി മാറ്റിയിട്ട് ഒന്ന് പൈപ്പ് തുറന്നിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ പശപ്പ് മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ സാബൂനരി കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടോ നമ്മളൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച കാരണം തണുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടയായിട്ടാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കിയിട്ടാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയറായിട്ട് റസ്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസ്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ പാല് ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ മിക്സ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അങ്ങനെ ഒഴിച്ചാലും മതി. ചൂടോട് കൂടി ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം ഒരു ബീറ്റ് ചെയ്തിട്ട് അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരേപോലെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ ഏത് ലെയറും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന്
എല്ലായിടത്തും തേച്ച് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ പിന്നീട് വെക്കാൻ പോകുന്നത് ഈ ചവ്വരിയാണ്. ചവ്വരി നമ്മൾ വേവിക്കുമ്പോൾ വെറും പച്ചവെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ നല്ലതാണ് പാലിൽ വേവിക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ വേവിച്ചാൽ ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് ഞാൻ സാധാ വെള്ളത്തിലാണ് വേവിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് നമ്മൾ എല്ലായിടത്തും സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ചോക്ലേറ്റൊക്കെ കട്ടിക്കൊഴിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ടേസ്റ്റാണ്. ഇതിപ്പോൾ കുറച്ച് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എങ്ങനെ വേണേലും നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും റസ്ക് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഒരു ലെയറും കൂടെ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ ലെയറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമോ എന്ത് വേണേലും ചെയ്യാം. അതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്കിതിന് മാക്സിമം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഇപ്പോൾ റുമ്മാന്, ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉള്ളവർ കയ്യിൽ അതൊക്കെ ഉള്ളവർ അതൊക്കെ ചെയ്തിട്ട് നമുക്കിത് എത്രത്തോളം മാക്സിമം നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ ക്രീം ഉണ്ടല്ലോ, ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ റോസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഏകദേശം ഡ്രസ് ലെച്ചസിൻ്റെ ആ ഒരു മോഡലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡ്രസ് ലെച്ചസ് മോഡലിൽ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാത്തൊരു പ്രശ്നം വെറും ചോക്ലേറ്റ് കൊണ്ട് മാത്രം കവർ ചെയ്തിട്ട് എടുക്കാം. എന്തും നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇത് ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെയുള്ള വാശിയോ നിർബന്ധമൊന്നും ഈ കാര്യത്തിലില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ, 4 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം പാകത്തിനായി വന്നിട്ടുണ്ടാവും, കറക്റ്റ് പാകത്തിലായിട്ടുണ്ടാവും. പിന്നീട് നമുക്കിത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈം ഒഴിച്ചാൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പണിയില്ല. ഫ്രിഡ്ജിൽ വെക്കുന്ന 4-5 മണിക്കൂർ നമുക്കൊരു സമയം അത്യാവശ്യമുള്ള സമയമുള്ളൂ. ബാക്കി ഇപ്പോൾ റസ്കിലാണെങ്കിലും ബ്രെഡിലാണെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ നന്നാവും. അപ്പോൾ ബ്രെഡിലാണെങ്കിലും ബിസ്ക്കറ്റിലാണെങ്കിലും ഒക്കെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ അതിനൊന്നൊരു പ്രത്യേക ടൈം ഇതിനായിട്ട് ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് പാർട്ടികളിലോ അല്ലെങ്കിൽ ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സായിട്ട് നമ്മളെ കുട്ടികളുടെ ബർത്ത്ഡേ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ആഘോഷിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. ഓക്കെ, താങ്ക് യു.